ഹലോ, അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇപ്പം മിറാമർ ബീച്ചിൽ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി കറങ്ങാം. പിന്നെ അവിടെ ടീഷർട്ടിൽ ചായ മോളെ യുവർ ഡ്രസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഇതൊന്ന് കട്ട് ചെയ്യ്, ബാക്കി വേണ്ട, കട്ട് ചെയ്യണ്ട. നിങ്ങളും കേട്ടോ. കപ്പിൾസ് ആയിട്ട് വരികയാണ് ഇവരിപ്പോൾ. എല്ലായിടത്തും കപ്പിൾസ് ആണ്. ഇവിടെ നല്ല കൊട്ട വെയിലാണ് മിറാമർ ബീച്ചിൽ. നമുക്ക് അവിടെ എവിടെയെങ്കിലും തണലത്ത് പോയി ചില്ല് ചെയ്യാം. വേറെ എന്തൊക്കെയോ പറയുന്നുണ്ടോ, നമുക്കത് കേൾക്കാം. പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോൾഫിനെ കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തോ റൈഡാണ് സംഭവം. റേറ്റ് നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു, 350 ആയിരുന്നു പറഞ്ഞത് പെർ ഹെഡ്. ഇതാണ് ബീച്ച്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീച്ചിലോട്ട്. എല്ലാവരും ഉണ്ട് ബാക്കിൽ. അപ്പോൾ ഫ്രണ്ട്സ്, കൊട്ട വെയിലാണ്. നമ്മളെല്ലാവരും അവിടെ തണലത്ത് റെസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് നമ്മളെ ബീച്ച്. കൊട്ട വെയിലിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഉടനെ ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്. നമ്മളങ്ങനെ ബീച്ചിൽ നിന്നും വിട വാങ്ങുകയാണ്. അടുത്ത ബീച്ചിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ബാക്കിൽ ടീംസ് എല്ലാം ഉണ്ട്. നല്ല കൊട്ട വെയിൽ, നമുക്ക് എല്ലാവർക്കും അങ്ങ് ക്ഷീണിച്ച്. അതുകൊണ്ടാണ് നമ്മളങ്ങ് പോകുന്നത്. ഹായ് ഗായ്സ്, ഇപ്പം നമ്മളുള്ളത് മാർക്കറ്റിലാണ്. നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് വന്നേ. ഇവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കാണിച്ചു തരാവേ. ഇവിടെ A to Z മീൻ എല്ലാം ഇവിടെ ഉണ്ട്. പല പല പേരുകളാണ്. ഈ മീനൊക്കെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചേച്ചിമാർ ഇങ്ങനെ വിൽക്കുവാണ്. ഇവിടെ ഫുള്ള് മാർക്കറ്റ് മൊത്തം അതാ. ഭീംകളൊക്കെ അതോ സ്മെല്ലടിക്കുന്നു പറഞ്ഞ് മാറിയിരിക്കുന്നു. കക്ക ഇരിപ്പുണ്ട് ഗൈസ്. വേണ്ട കക്ക കൊള്ളാൻ തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് അറിഞ്ഞൂടല്ലോ, നോക്കാം. ആണ്ട ഇവിടെ വേറെ ഐറ്റംസ്. വലിയ കക്ക കേട്ടോ ഗൈസ്, ഇത് വലിയ കക്കയാണ്. ആണ്ട കക്ക ഇതാക്കിയിട്ടിരിക്കുകയാണ്, പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇത് ചാളയാണ്. ഇങ്ങനെ കിടക്കുക. നമ്മളെല്ലാം അങ്ങോട്ട് നടന്നങ്ങ് പോവാണ്. ഇതിൻ്റെ അകത്താണ് ഉള്ളത്. ഇവിടെ എല്ലാം ഫുള്ള് ക്ലോത്ത്സാണ്. നമ്മളിവിടെ ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കണം കേട്ടോ. ഇവിടെ റേറ്റ് കുറവാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, റേറ്റ് കൂടുതൽ തന്നെയാണ്. അങ്ങനെ റേറ്റ് വലിയ കുറവൊന്നുമില്ല, റേറ്റുണ്ട്. വിഷ്ണു പോർക്കുളം ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. പർച്ചേസ് ചെയ്ത് ഇങ്ങനെ പോടെ. ചെരുപ്പ്, ഇവിടെ ക്ലോത്ത്സ്, അങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതൽ. ഇതുവഴിയാണ് നമ്മൾ അവർ കയറിപ്പോയത്. നമ്മൾ അവിടെ കൂടെ കറങ്ങിയാണ് വന്നത്. ഇതിനകത്ത് കയറിയിട്ട് വഴി തെറ്റി നടക്കുവാണ്. അവരെയൊന്നും കാണാനില്ല. ഞാനും ഹരിക്കുട്ടനും മാത്രം വേറെ അടുത്താ. റേറ്റ് അങ്ങനെ ഇവിടെ റേറ്റ് കുറവ് എനിക്ക് തോന്നിയത് ആൽക്കഹോളിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും റേറ്റാണ്. ടീംസ് എല്ലാം അങ്ങോട്ട് നിൽക്കുന്നതാണ് ഇൻഫർമേഷൻ കിട്ടിയത്. നമുക്ക് അങ്ങോട്ട് നോക്കാം. ഗൈസ്, നമ്മുടെ നാട്ടിൽ മിസ് ചെയ്യുന്ന കിളികളെ കണ്ടോ? തൊട്ടടുത്ത് നിന്ന് പറഞ്ഞു. അവർ ഈ ഹോട്ടലിലുണ്ടെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്. പോട്ട് അതുകൊണ്ട് നിൽക്കുന്നു. കണ്ടുകിട്ടി, എല്ലാവരെയും കണ്ടുകിട്ടി. ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കയറിയതാ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഭീംഗേളിനെ കിട്ടി. വാട്ട് ഹാപ്പൻഡ്? നടക്കുന്ന കാര്യം വല്ലതും പറയണ. ഹലോ ഗായ്സ്, 3rd ഡേ ഓഫ് ഗോവ ട്രിപ്പ്. ഇപ്പം നമ്മളിപ്പം മോർണിംഗ് ടൈം എത്രയായി ഹരിക്കുട്ടാ? 9:30. നമ്മളിപ്പം നേരെ ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ നമുക്ക് ബാക്കി പരിപാടി. ഫുഡ് മുക്കിയമ്പിക്കലേ. വിഷ്ണു പോർക്കുളം, ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഫുഡ് കഴിച്ചിട്ട് വീഡിയോസ് എടുക്കാനാണ് മെയിനായിട്ട്. അതിന് മുന്നേ ഒരു സ്ഥലമുണ്ട്, പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോയി. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ആ സ്ഥലം സർപ്രൈസ്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും അകത്തോട്ട് കയറി പോകുന്നു വിശന്ന് കഴിഞ്ഞിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ കണ്ടത് പാവം കിടന്നുറങ്ങുന്നു. പത്രത്തിലൊക്കെ വന്ന എല്ലാരും അറിയില്ല രാമേന്ദ്ര. പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിയിട്ടില്ല ഓരോന്ന് പത്രത്തിൽ വരുന്നത്. നമുക്ക് എന്തായാലും
നേരെ പോയി ഫുഡ് കഴിക്കാം. ഓക്കെ, ഫുഡ് എന്താണെന്ന് ഒന്നും അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നമ്മളെ ഗോവ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയാണ് നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അവസാനിച്ചിട്ടില്ല, നമ്മളിപ്പോൾ വെക്കേറ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും റെഡിയായി താഴെ നിൽക്കുകയാണ്. ഇന്ന് നൈറ്റാണ് നമ്മളുടെ ട്രെയിൻ. അതുവരെ നമ്മൾ വേറൊരു സ്ഥലത്താണ് ഈ സ്റ്റേ അടിക്കാൻ പോകുന്നത്. അവിടെ നിന്ന് നിന്നിട്ടാണ് നമ്മളിനി കുറച്ച് കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നൈറ്റ് പോയി ട്രെയിൻ കയറുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇവരെല്ലാം കടലിലോട്ട് ഇറങ്ങി. ഞാനും വിഷ്ണു അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുക ഇവരെ കാത്ത്. ഞങ്ങൾ കടലിൽ ഇറങ്ങിയില്ല. പിന്നെ നമുക്ക് ഇനി ഒരു പെൻഡിങ് സ്ഥലം കൂടെ ഉണ്ട്, ഒരു ഹിഡൻ സ്പോട്ട് കൂടെ കാണാനുണ്ട്. നമ്മളിപ്പം നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവർ വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ കടലിൽ കിടക്കുവാണ്. ഇവരിനി എണ്ണീറ്റ് വരുമ്പോൾ ആ ടൈം ഇതാവും. അപ്പം ഞാനും വിഷ്ണു അനിയനും ചിലപ്പോൾ അജീഷ് എണ്ണം വരും, ശരത്തും വരും. ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, അജീഷൻ്റെ വൈഫ് ഭീം ഗേളിൻ്റെ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്, അവരെയും വെയിറ്റ് ചെയ്ത്. ഭീം ഗേളെല്ലാം കിടന്ന് കുളിക്കുന്നു അവിടെ. അങ്ങനെ നമ്മൾ അഞ്ജുന ബീച്ചിലായിരുന്നു ഇത്രയും നേരം. നമ്മൾ ആ ബീച്ചും കവർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി വേറെ ഏതോ ലൊക്കേഷൻ പറഞ്ഞായിരുന്നു അങ്ങോട്ട് പോകുന്നുണ്ടെന്ന്. അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ ഇവിടുന്ന് വഴിയാണ് ഇനി ഫൈനൽ ലൊക്കേഷനിലോട്ട് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗോവ വിടുകയാണ്. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. അത് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ, നമ്മൾ എക്സ്പീരിയൻസ്. എൻ്റെ പൊന്നെ ഗായ്സ്, നേരത്തെ ഒരു സ്ഥലത്ത് നമ്മൾ പോകുമെന്ന് പറഞ്ഞില്ലായിരുന്നു. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു രക്ഷയില്ല. അവിടുത്തെ ആ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. പൊളി. നമ്മൾ നേരത്തെ നിന്ന ബീച്ച് അഞ്ജുന ബീച്ചിലാണ്. ബീച്ചിൻ്റെ വ്യൂസാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുത്തെ വ്യൂസ് കണ്ടോ? നമ്മളില്ല, അവിടാണ് നിന്നത്. ഇവിടാണ് നമ്മൾ നിന്നത്. അപ്പം അതിൻ്റെ മേളിൽ ഒന്നാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഫുള്ള് ഇതാ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. നമ്മളിങ്ങനെ നടന്ന് വന്ന് അവിടെ വണ്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ച് നടന്നൊരു 2 കിലോമീറ്ററോളം നടന്ന് ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടുത്തെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി കണ്ടോ നിങ്ങൾ? പൊളി. ഇല്ല, അവിടെയൊക്കെ നോക്കേ. ഇവിടെ നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് നേരിട്ട് നിങ്ങൾ കാണണം. അതാണ് ഫീല്. ഇതിപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇറങ്ങി അങ്ങ് താഴെ പോവാ. ഇവിടെ ഇങ്ങനെ സൈലൻ്റായിട്ട് കിടക്കുകയാണ്. ഇവിടെ വരും ആൾക്കാർ, വരും, ഇതൊക്കെ കാണും, അപ്പോഴേ പോവും. ഞാൻ ഈ ഒരു വിഷ്വല് പക്ഷേ ഡാർക്ക്നെസ് അങ്ങ് പോയത്, മങ്ങി. ഞാൻ ഇതെടുക്കണമെന്ന് വിചാരിച്ച് വന്നതാണ്. ടീംസ് എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. പക്ഷെ ഇവിടെ എല്ലാവരും അങ്ങനെ ബോട്ടിലൊക്കെ കൊണ്ടിടുന്നുണ്ട്. ഇവിടെ ഫുള്ളൊരു ചവറാണ് കിടക്കുന്നത് മൊത്തത്തിൽ ഇതാ പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ കിടക്കുന്നത്. നല്ലൊരു സൈറ്റാണ്. പക്ഷെ ഇതിങ്ങനെ ആൾക്കാർ വന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുന്നതാണ്. അകത്തോട്ട് പോയി അവിടെ പോയി നോക്കാം. ഓക്കെ, ആണ്ടേ എന്തോ ഒരു മുള്ളാണ് കൈ കൊണ്ട്. കണ്ടോ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. റൈറ്റ് സൈഡിലോട്ട് വന്നപ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. വാവ് ഗൈസ്, അങ്ങനെ നമ്മളെ ഗോവ ട്രിപ്പൊക്കെ കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. എല്ലാവരും നമ്മൾ ടീംസ് എല്ലാവരും ഉണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ട്രെയിൻ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ട്രിപ്പിനെ പറ്റി പോർക്കുളത്തിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ട്രിപ്പിനെ പറ്റി പക്ക സാധനം, സെറ്റ് സാധനം, പൊളി സാധനം. അജീഷണ്ണ ഒരു വലിയ സുഖമൊന്നുമില്ലായിരുന്നു. ചുമ്മാട്ടോ, രക്ഷയില്ല. അടിപൊളിയായിരുന്നു, വൈബായിരുന്നു. കുറച്ച് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഞങ്ങൾ തിരിച്ചു പോവാണ്. റിയലി അമേസിങ്.
പറയാൻ വാക്കുകളില്ല. റിയലി അമേസിങ്. പക്ഷെ 3 ദിവസം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഇന്നലെ വന്നതുകൊണ്ട് സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഒരാള് മുഖം കാണിക്കാറില്ല, ഇതാണ്. വാവുമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ.